ഉണ്ണി മുകുന്ദനും കൂട്ടരും ഹാപ്പിയാണ്. ഉണ്ണി മുകുന്ദന്റെ ആരാധകരും ഹാപ്പിയാണ്. കാരണം മാർക്കോ അത്രയധികം വിജയിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് മാർക്കോ റിലീസ് ചെയ്ത എല്ലാ ഭാഷകളിൽ നിന്നും ലഭിക്കുന്നത്. കൊടും ക്രൂരതകൾ പരസ്യമായി പ്രകടിപ്പിച്ച എ സർട്ടിഫിക്കറ്റോടെ എത്തിയ ഒരു സിനിമയ്ക്ക് ഇത്ര വലിയൊരു സ്വീകാര്യത ലഭിക്കുന്നത് കേരളത്തിൽ ആദ്യമായാണ്. ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ് ഭാഷകളിലെല്ലാം നേട്ടം കൊയ്ത മാർക്കോ ഏപ്രിലിൽ കൊറിയയിലും പ്രദർശനത്തിന് എത്തുകയാണ്. ഇതോടെ ഉണ്ണി മുകുന്ദന്റെ ലെവൽ വേറെയങ്ങ് എത്തുകയാണ്. വിവിധ ഭാഷകളിലെത്തിയ ചിത്രത്തിന്റെ ഹിന്ദി കളക്ഷൻ മാത്രം വലിയ തുകയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഹിന്ദി പതിപ്പ് മാത്രമായി ഏകദേശം 12 കോടിക്ക് മുകളിലാണ് മാർക്കോ സ്വന്തമാക്കിയത്. മലയാളത്തിലെ ഏറ്റവും വലിയ ആക്ഷൻ ബ്രൂട്ടൽ വയലൻസ് എന്ന ടാഗ് ലൈനോടെ എത്തിയ ചിത്രം അതിശയിപ്പിക്കുന്ന നേട്ടമാണ് സ്വന്തമാക്കിയത്. ക്രിസ്മസ് റിലീസായി എത്തി വൻ വിജയം സ്വന്തമാക്കിയ ചിത്രമാണ് മാർക്കോ. മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ചിത്രം എല്ലാവരും ഏറ്റെടുത്തു. ബോക്സ് ഓഫീസിലും മിന്നും പ്രകടനം കാഴ്ചവെക്കുകയാണ് മാർക്കോ. തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന ചിത്രം പുതിയ റെക്കോർഡും സ്വന്തമാക്കി. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു എ സർട്ടിഫിക്കറ്റ് ചിത്രം 100 കോടിയിലധികം കളക്ഷൻ നേടുന്നത്. ആ റെക്കോർഡും ഉണ്ണി മുകുന്ദന്റെ മാർക്കോ സ്വന്തമാക്കിയിരിക്കുകയാണ്. നടൻ ഉണ്ണി മുകുന്ദൻ തന്നെയാണ് ഈ സന്തോഷം പ്രേക്ഷകരെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം പുതിയ പോസ്റ്ററും റിലീസ് ചെയ്തു. ഇപ്പോഴിതാ ചിത്രത്തിന്റെ PVRലെ എല്ലാ ഷോയുടെയും ടിക്കറ്റ് 99 രൂപയ്ക്ക് ലഭിക്കുന്നുവെന്ന പുത്തൻ വാർത്തയും പുറത്തു വന്നിരിക്കുകയാണ്. ജനുവരി 17 മാത്രമാണ് സിനിമ ലവേഴ്സ് ഡേ പ്രമാണിച്ച് ഈ ഓഫർ ഉള്ളത്. മാർക്കോ നായകൻ ഉണ്ണി മുകുന്ദൻ തന്നെയാണ് ഇതിന്റെ പോസ്റ്റും പങ്കുവച്ചത്. എന്തായാലും 99 രൂപ കൊടുത്ത് മാർക്കോ കാണാൻ എല്ലാവരും വീണ്ടും തിയേറ്ററുകളിൽ എത്തുമെന്ന് ഉറപ്പാണ്. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ നിർമ്മിച്ച മാർക്കോയുടെ തിരക്കഥ ഒരുക്കിയതും അനീഫ് അത്തേനിയാണ്. ഡിസംബർ 20-നാണ് മാർക്കോ എത്തിയത്. എന്നാൽ 2025 ജനുവരിയിലും മാർക്കോ തകർത്തോടുകയാണ്. ആദ്യ ഷോ മുതൽ മികച്ച പ്രകടനമാണ് ചിത്രം നേടിയത്. ബോളിവുഡിലടക്കം ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്ന ചിത്രമാണ് മാർക്കോ. ബാഹുബലിക്ക് ശേഷം കൊറിയയിൽ റിലീസ് ചെയ്യുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ ചിത്രമെന്ന നേട്ടവും മാർക്കോ സ്വന്തമാക്കിയിരുന്നു. ഏപ്രിലാണ് മാർക്കോയുടെ കൊറിയൻ റിലീസ് എത്തുന്നത്. 100-ലേറെ തിയേറ്ററുകളിലാണ് ചിത്രം കൊറിയയിൽ പ്രദർശനത്തിന് എത്തുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.